നമസ്തേ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ശ്രീരാമകൃഷ്ണ പരമഹംസൻ എന്നാണ് പറയുന്നത്. ജീവിതത്തിൽ അദ്ദേഹത്തിന് ആധ്യാത്മിക ഗുരുവിനെ ലഭിച്ച ഒരു സംഭവമാണ് പറയാൻ പോകുന്നത്. അദ്ദേഹം അതൊരു വികാര നിർഭരവും സവിശേഷത നിറഞ്ഞതുമാണ്. അദ്ദേഹം കാളീദേവിയുടെ പരമഭക്തനായിരുന്നു എന്നുള്ള വിവരം ഏവർക്കും അറിയാവുന്നതാണ്. സഗുണ ആരാധനയാണ് സങ്കല്പത്തിൽ കൂടി രൂപത്തിൽ കൂടി ആരാധിക്കുന്നതാണ് ഈ പറയുന്ന സഗുണ ആരാധന, അതായത് ദൈവസങ്കല്പം. എന്നാൽ നിർഗുണബ്രഹ്മത്തെ അല്ലെങ്കിൽ രൂപമില്ലാത്ത പരമസത്യത്തെ അറിയുവാനുള്ള അദ്ദേഹത്തിൻ്റെ യാത്രയിലാണ് അദ്വൈത വേദാന്തിയായ തോതാപുരി മഹാരാജ് എന്ന് പറയുന്ന ഒരു സന്യാസി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ആ സംഭവം താഴെ പറയുന്ന പ്രകാരമാണ്. നമുക്ക് നോക്കാം. ദക്ഷിണേശ്വരം കാളി ക്ഷേത്രത്തിൽ വെച്ചാണ് ശ്രീരാമകൃഷ്ണ പരമഹംസൻ തോതാപുരി മഹാരാജിനെ ആദ്യമായി കാണുന്നത്. നഗ്നനായ ആത്മീയ തേജസ്സുള്ള സന്യാസിയെ കണ്ട മാത്രയിൽ തന്നെ അദ്ദേഹത്തിലെ ഉയർന്ന ആധ്യാത്മിക അവസ്ഥ തോതാപുരി മഹാരാജ് തിരിച്ചറിഞ്ഞു. തോതാപുരി മഹാരാജ് രാമകൃഷ്ണനോട് ചോദിച്ചു, നീ അദ്വൈത വേദാന്തം അഭ്യസിക്കാൻ ആഗ്രഹിക്കുന്നുവോ? അദ്ദേഹം മറുപടി പറഞ്ഞു, എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല, എൻ്റെ അമ്മയാണ്, അതായത് കാളീദേവിയാണ് എല്ലാം, അത് അമ്മയോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. ഇതിന് പല വിവരണങ്ങളും കൊടുത്തിട്ടുണ്ട് ഗ്രന്ഥങ്ങളിൽ. കാളീദേവിയെ പ്രത്യക്ഷപ്പെടുത്തി അദ്ദേഹം വാർത്താലാപം ചെയ്യുന്നുണ്ടായിരുന്നു, വർത്തമാനം പറയുമായിരുന്നു എന്ന് പറയുന്നു. അതിനോടൊപ്പം തന്നെ അദ്ദേഹം ഉണ്ടാക്കി വയ്ക്കുന്ന പ്രസാദം കാളീദേവി ഭക്ഷിക്കും എന്ന് പോലും പറയുന്നുണ്ട് ഗ്രന്ഥങ്ങൾ. അത്രയ്ക്കും ഏറ്റവും അടുത്ത ഭക്തിയുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ പറയുന്ന ശ്രീരാമകൃഷ്ണ പരമഹംസൻ. അദ്ദേഹം അനുവാദം ചോദിക്കുന്നതിനായിട്ട് കാളീദേവിയുടെ ക്ഷേത്രത്തിൽ പോയി ധ്യാനിച്ചിരുന്നപ്പോൾ ദേവി പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നീ തീർച്ചയായും പഠിക്കണം, അതിനായി തന്നെയാണ് ഞാനിവിടെ അദ്ദേഹത്തെ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന അരുളപ്പാടുണ്ടായി. തുടർന്ന് രാമകൃഷ്ണൻ തോതാപുരിയെ തൻ്റെ ഗുരുവായി സ്വീകരിച്ചു. നിർവികൽപ്പ സമാധിയിലേക്കുള്ള പാത തോതാപുരി രാമകൃഷ്ണന് തുറന്നു കൊടുത്തു എന്നാണ് പറയുന്നത്. അതായത് നിർഗുണ ബ്രഹ്മധ്യാനത്തിലേക്ക് നയിക്കാൻ തുടങ്ങി. എന്നാൽ വർഷങ്ങളായി കാളീദേവിയുടെ സുന്ദര രൂപം മനസ്സിൽ ധ്യാനിച്ച അല്ലെങ്കിൽ അങ്ങനെ ശീലിച്ച രാമകൃഷ്ണന് ധ്യാനത്തിനിടയിൽ ദേവിയുടെ രൂപം വീണ്ടും വീണ്ടും തെളിഞ്ഞു വരികയും നിർവികൽപ്പ സമാധിയിലേക്ക് കടക്കാൻ സാധിക്കാതെ വരികയും ചെയ്തു എന്ന് പറയപ്പെടുന്നു. ഇത് നമ്മൾ ഓരോരുത്തരും അറിയേണ്ട ഒരു കാര്യമാണ്. ഏതൊരു വ്യക്തിയാണോ ആത്മീയ തലത്തിൽ ഉയർന്നു പോകാൻ ആഗ്രഹിക്കുന്നത്, ആ വ്യക്തിക്ക് ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങൾ തുടർന്ന്, അതായത് ആദ്യ അവസരങ്ങളിൽ ആ ക്ഷേത്രസങ്കല്പത്തിൽ ആവശ്യമാണ്. പക്ഷേ ക്ഷേത്രസങ്കല്പത്തിൽ നിന്ന് ഉയർന്നാൽ മാത്രമേ ആധ്യാത്മിക തലത്തിൽ സൂപ്പർ കോൺഷ്യസിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് വ്യക്തമായിട്ട് ധാരണ വേണം. എവിടെയാണ് സങ്കല്പം തീരുന്നത് അവിടെ മാത്രമേ സൂപ്പർ കോൺഷ്യസിലെ അവസ്ഥയിലേക്ക് കടക്കാൻ പറ്റത്തുള്ളൂ. രാമകൃഷ്ണൻ ഗുരുവിനോട് പറഞ്ഞു, ഭഗവാൻ, എനിക്കിത് സാധിക്കുന്നില്ല. അമ്മയുടെ രൂപം എൻ്റെ മനസ്സിൽ എപ്പോഴും തെളിഞ്ഞു വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ധ്യാനത്തിലേക്ക് അല്ലെങ്കിൽ ആധ്യാത്മിക തലത്തിൻ്റെ ഉന്നതിയിലേക്ക് പോകാൻ സാധിക്കുന്നില്ല. അപ്പോൾ തോതാപുരി അവിടെ കിടന്നിരുന്ന ഒരു മൂർച്ചയുള്ള ഗ്ലാസ് കഷ്ണം എടുത്ത് രാമകൃഷ്ണൻ്റെ പുരിയങ്ങൾക്ക് മധ്യേ അല്പം അമർത്തി മുറിവുണ്ടാക്കിക്കൊണ്ട് പറഞ്ഞു, ഈ സ്ഥാനത്തെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും മനസ്സിൽ എന്താണോ രൂപപ്പെടുന്നത് അതിനെ ജ്ഞാനമെന്ന വാളുകൊണ്ട് വെട്ടിമുറിക്കുക എന്ന് പറയും. അതായത് തേടൈ എന്ന് പറയുന്ന മൂന്നാം കണ്ണിൻ്റെ സ്ഥാനത്താണ് അദ്ദേഹം ചെയ്തു കൊടുത്തത്. മൂന്നാം കണ്ണിതിലേക്കുള്ള യാത്രയ്ക്കുള്ള വഴിയാണെന്ന് മനസ്സിലാക്കണം. ആ വഴിയാണ് അവസാനം ചെന്നെത്തുന്നത് അദ്വൈത സിദ്ധാന്തത്തിലേക്കും ആ തത്വത്തിലേക്കും എത്തിച്ചേരുന്നു മനസ്സിലാക്കുക. ഗുരുവിൻ്റെ വാക്കുകൾ ശിരസാ വഹിച്ചുകൊണ്ട് രാമകൃഷ്ണൻ കഠിനമായി ധ്യാനം ആരംഭിച്ചു. മനസ്സിൽ കാളീദേവിയുടെ രൂപം തെളിഞ്ഞപ്പോൾ അറിവിൻ്റെ വാളുകൊണ്ട് അദ്ദേഹം രൂപത്തെ മാറ്റി നിർത്തി. ഇതാണ് പറയുന്നത്, ചിന്തകൾ വരുമ്പോൾ ഈ രൂപം എന്ന് പറയുന്ന ചിന്തയിലാണ് വരുന്നത്. ചിന്തയെ ഒരു വ്യക്തി സാക്ഷിയാക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആത്മീയ തലത്തിൽ ഉയർച്ച ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കണം. തൽക്ഷണം മനസ്സ് എല്ലാ രൂപങ്ങൾക്കും ഭാവങ്ങൾക്കും അപ്പുറത്തേക്ക് ഉയർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കും. അദ്ദേഹം നിർവികൽപ്പ സമാധി എന്ന് വിളിക്കപ്പെടുന്ന താനും ദൈവവും ഒന്നാണ് എന്ന പരമമായ അദ്വൈത അനുഭവത്തിലേക്ക് ലയിച്ചു. സാധാരണക്കാർക്ക് വർഷങ്ങളുടെ കഠിന തപസ് കൊണ്ട് മാത്രം സാധ്യമാകുന്ന ഒരു അവസ്ഥയിലേക്ക് വെറും 3 ദിവസങ്ങൾ കൊണ്ടാണ് രാമകൃഷ്ണ പരമഹംസൻ എത്തിച്ചേർന്നത്. കാളീദേവിയുള്ള ഭക്തിയുടെയും അതുപോലെ ഭക്തിയോഗവും തോതാപുരിയിലൂടെ അദ്വൈത ജ്ഞാനയോഗവും പൂർണ്ണമായി സ്വായത്തമാക്കാൻ രാമകൃഷ്ണ പരമഹംസർക്ക് സാധിച്ചു എന്നാണ് പറയപ്പെടുന്നത്.
ക്ഷേത്രം എന്ന് പറയുന്ന തുടക്കം മാത്രമാണെന്നും അവിടെ ഉറച്ചു നിൽക്കാതെ നദി ഒഴുകുന്നത് പോലെ ഒഴുകണം എന്നാണ് ഇതിൻ്റെ സത്യം എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും അവൻ്റെ കർമ്മവാസനയ്ക്കും സംസ്കാരത്തിനുമൊത്ത് ആധ്യാത്മിക തലത്തിലേക്ക് ഉയരാൻ സാധിക്കും എന്നാണ് ഇത് പഠിപ്പിക്കുന്നത്.